ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വാക്കിങ്ങിന് പോകാൻ വേണ്ടി കുറച്ച് ലേറ്റായി പോയി. എന്ന് വെച്ചാൽ ചിലപ്പോൾ 6 മണിക്ക് ഇറങ്ങുന്ന ഇന്നൊരു 6:20 പോയിട്ടുണ്ട്. കാരണം ഞാൻ രാവിലെ എണീച്ചപ്പോൾ കല്ലൂസ് ഭയങ്കര കരച്ചിൽ. ഒരു 5:45 എണീക്കും ഞാൻ. എന്നിട്ട് പിന്നെ ഒന്ന് ഫ്രഷായിട്ട് ഇറങ്ങില്ല. അപ്പോൾ ഇന്ന് പെണ്ണെന്തിട്ട് സമ്മതിക്കുന്നില്ല. കുറേ നേരം അവൾ കരഞ്ഞു. പിന്നെ ഒന്ന് ഉറക്കമെല്ലാം ചെയ്തിട്ട് ഇറങ്ങാൻ വേണ്ടി ലേറ്റായി പോയി. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചൊന്നും ഇതാവുന്നില്ലല്ലോ. ഇപ്പം എളുപ്പം ഇറങ്ങിയിട്ടുള്ളൂ എല്ലാവരും. പിന്നെ ചാരുവിനാണെങ്കിലും വിളിച്ചിട്ടുള്ള അറിഞ്ഞില്ലെന്നേ. എല്ലാ ദിവസവും വിളിക്കുമ്പോൾ വേഗം അറിയുന്നത്. ഇന്ന് വിളിച്ചിട്ട് അറിഞ്ഞിട്ടില്ല. ഇന്നലെ കിടന്നില്ല. ഇന്നലെ എപ്പോൾ ഉറങ്ങി? ഇന്നലെ 2 മണിക്ക് കിടന്ന് ഉറങ്ങിയത്. സിനിമയും കണ്ട് കിടന്നേ. എന്നിട്ട് ലാസ്റ്റ് പിന്നെ ബായി അറിഞ്ഞിട്ടാണ് പോയി കിടന്നുറങ്ങിയത്. അത്രയും നേരം കുത്തിനിട്ട് അച്ഛനും മോളും കൂടി സിനിമ കണ്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. പിന്നെ അവൾ വിളിച്ച് ജീവൻ 2 ചീത്തയെല്ലാം പറഞ്ഞാൽ പിന്നെ അവൾ വന്ന് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇറങ്ങാൻ വൈകിപ്പോയി. ഇന്നലെ നമുക്ക് പോയിട്ട് വരാം തന്നെ. അപ്പോൾ ഇന്ന് ഫുൾ റൗണ്ട് അടിക്കാനുള്ള സമയം എന്തായാലും ഉണ്ടാവില്ല. സമയം എന്ന് വെച്ചാൽ ചാരു ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും എണീക്കും. 7 മണി 7:15 ഓൾ എണീച്ച് പിന്നെ കരച്ചിലായിരിക്കും. ഇയാളെന്ന് അങ്ങോട്ട് പോകേണ്ടി ഇപ്പുറത്തെ സൈഡിലേക്ക് പോന്നിട്ട് നമ്മളെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, ആടെ എത്തും. പെട്ടെന്ന് ഇങ്ങനെ പോയാലേ കുറച്ചുകൂടി ആടെ വേഗം എത്തും. അപ്പോൾ ആഡംബരി പോയിട്ട് വർക്കൗട്ട് ചെയ്ത് തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈക്വലായിട്ട് എനിക്ക് ആ ഒരു കൗണ്ടിങ് കറക്റ്റായിട്ട് വരും. വേഗം പോവല്ലേ ചാരു? ഓക്കെ, നമുക്ക് ഇത് സോക്സ് എല്ലാം ചെറുതായി പോയിട്ടല്ലേ, ഇടലില്ല. പിന്നെ എന്തിനാ സോക്സ്? അതാ വാങ്ങാത്ത. ഇവിടുന്നാണ് വാങ്ങിക്കാട്ടാ. ഗസ് ഇവിടെ രാവിലെ വന്നാലും എത്ര നേരത്തെ വന്നാലും വൈകിട്ട് വന്നാലും എല്ലാം ഒരു ഭയങ്കര വ്യൂ ആണ്. അതാണ് ഈ ലേക്കിലെ പ്രത്യേകത. എനിക്കിഷ്ടം. നരേന്ദ്രമോദി ശരി, അതേപോലെ ഉണ്ടല്ലേ. കോപ്പി എടുത്തിട്ട് പിന്നെ നമ്മൾ ഇന്നലെ അല്ലേ കണ്ടത്. അപ്പോൾ 2 ദിവസമായിട്ടില്ലാലോ. ഒരു ദിവസം എങ്ങനെയാവോ? ഇന്നല്ലേ. ഇന്നിപ്പോൾ കാണാൻ നമ്മൾ ലേറ്റായി. അതിനെക്കൊണ്ട് ഇന്ന് കാണുമായിരിക്കും. ചിലപ്പോൾ കാണുമായിരിക്കും, നോക്കാം. ഇല്ല കാണുമായിരിക്കും. കാരണം എന്താ അറിയുക, നമ്മൾ അതിലേ പോകുന്നല്ലേ. ഇപ്പോൾ ഇതിലൂടെ എത്തൂലേ. ലുക്ക് മാറി മാറി വരുന്നില്ല. ഗസ് ഞാനിവിടെ എല്ലാം നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ ഇവിടെ എത്തിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സൂര്യനെ കണ്ടിട്ടില്ല. ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് നടക്കലുണ്ട്. നമ്മളിന്ന് ലേറ്റായി പോയില്ലേ. എന്തായാലും ഇനി ഇവിടുന്ന് കുറച്ച് സമയം വർക്കൗട്ട് ചെയ്തിട്ട് തിരിച്ച് പോകും. ഒന്ന് വാമപ്പ് ചെയ്യാം. ചെരുപ്പ് വെച്ചിട്ട് കാണുന്നുണ്ടോ? അത് വെള്ളം പോലെയല്ല. കുറച്ചുകൂടി
ബ്ലൂ കളർ വെള്ളം. ആ കുറേ നേരം ആടെ നോക്കിയാൽ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാം. ഇത് നമ്മളെന്താ പേര് ചാരോ അയ്യോ ഒന്ന് വൈകി പോയണ്ട് ഒരു സുഖം കിട്ടുന്നില്ല. കുറേ വൈകിപ്പോയി. 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വൈകില്ല. 1/2 മണിക്കൂറിനടുത്ത് വൈകിപ്പോയില്ലേ. 6 മണിക്ക് ഞാൻ കല്ലുപൊണ്ട് ആ കറക്റ്റ് സമയത്ത് അലാറടിഞ്ഞ് തടഞ്ഞ് കേട്ടും എണീച്ചു. പിന്നെ ഇട്ട് കരയൊക്കെ ഉണ്ടാച്ചിട്ട് ഉറക്കിയതാ. അപ്പോഴത്തേക്ക് കുറച്ച് സമയം ആയിപ്പോയി. പിന്നെ ഇത് വെള്ളം വിളിച്ചപ്പോൾ ആയിട്ട് എണീക്കുന്നുമില്ല. അയ്യോ അന്നേരം ഞാൻ പറഞ്ഞില്ല നേരത്തെ കിടക്കണമെന്ന്. ഇന്നലെ സിനിമയും കണ്ടിരുന്നു. അച്ഛപ്പ കിടന്നാ അത് തീർന്നിട്ട് എപ്പോഴോ കിടന്നേ അറിയില്ല. 4 മണി ഇട്ടിട്ടുണ്ടാവും. ഓക്കെ ഇനി വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് വർക്കൗട്ടെല്ലാം ചെയ്ത് കുറച്ച് നേരം നടക്കുകയും ചെയ്ത് ഞാൻ തിരിച്ച് അതേ വഴിയിൽ നടന്നു. മൊത്തത്തിൽ അപ്പുറത്തൂടെ പോകാണ്ട്. അപ്പം സംഭവം കറക്റ്റാണ്. ഞങ്ങൾക്കിനിയിപ്പം ഈ ഒരു റൂട്ട് പിടിക്കാനാണ് എനിക്ക് താല്പര്യം. കാര്യം അപ്പം അടിപൊളിയുണ്ട്. അത്യാവശ്യം ഉദ്ദേശിക്കുന്ന ഇത്ര സ്റ്റെപ്സ് ക്ലിയർ ആവുന്നുണ്ട്. വർക്കൗട്ട് ചെയ്യാനും ടൈമുണ്ട്, തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ടൈമുണ്ട്. സോ ഇതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ഗുഡ് ഡിസിഷൻ എത്തി കണ്ടുപിടിച്ച് ഞങ്ങളെ റൂട്ട് ഏതാന്ന്. അപ്പോൾ ഇന്നോട്ട് ഇനി ഈലേ പോകാം അല്ലേ? ആരോ നാളെ എണീക്കോ? നല്ല മടിയായിരുന്നു. ഇന്ന് 6ാമത്തെ ദിവസം, നാളെ 7ാമത്തെ. എണീക്കാൻ കുറച്ച് മടിയല്ല. അവൾ വിളിച്ചിട്ടൊന്നും അറിയുന്നില്ലേനു. നല്ല ഉറക്കേനു. അപ്പോൾ ഇനി പുറക്ക് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഞാൻ കഴിക്കാം. ഇന്നലെ ഈ ആൻറ്റി നമ്മൾ അങ്ങനെ കണ്ട. ഇന്ന് ഈ ആൻറ്റി ഒരു റൗണ്ട് അടിച്ച് ഇവിടെ വന്ന് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ ഇപ്പം എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ ഇന്ന് കണ്ടിട്ടില്ല ശരിക്കും അല്ലേ? നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളെ മറ്റേ അച്ചാച്ചനെ കണ്ടിട്ടില്ലല്ലോ, മോദിജീനെ പോലെയല്ല. കല്ല് കൊടുത്തു.
അമ്മ അതൊക്കെ ബബിൾ ഇമെയിൽ വെച്ച് ഇമെയിൽ ബബിൾ ഉണ്ടടാ. ഫോട്ടോ വന്നിട്ടില്ല. കല്ലോ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഇമെയിൽ വെക്കട്ടെ. ഒന്നാ വെക്കാൻ പറ്റും, രണ്ടെണ്ണം വെക്കുമ്പോ ഒന്ന് പോകും. ഹായ് വരാ ഉമ്മ കൊത്താ. ഹായ് വമ്പറ്റി മോള്. ഇടാടുപ്പായി ചേച്ചിന്റെ ഇടാടുപ്പായി വരാ. കല്ലു കിട്ടി മൂന്നും. കല്ലു ആരുപ്പായി ഇത്? ഇതാടുപ്പായി കല്ലു. ചേച്ചേ കല്ലോ പൊട്ടിക്കട്ടെ. ബിഗ് കിട്ടി ഗൈസ്. ബിഗ് ആ ബീൻ ബാഗ് എൻ്റെ മുകളിൽ എടുത്തിട്ട് കുറേ സാധനമുള്ള പോലെ തോന്നുന്നു. പൊട്ടി. ചിമിക്കി ആകാശം മിന്നി തിന്നും തേര പൊന്മാനം മേലെ കണ്ടു കനവിൽ പോലെ തുളില സുരുമല മലയ ഓ കാട്ടു ചെമ്പരം പുത്തോട്ടെ നാട്ടു തത്തമ്മ കെട്ടോട്ടെ നീ എനിക്ക് പെണ്ണാനേ ഏ കാട്ടുകെട്ടിയ പേടിപ്പിച്ചിയ പൊന്നി വെച്ച പൊന്മുഖം കണ്ണിവെൾ തൂവേൽ തൂവേൽ മുനിയായൊരു ചിരിതാശകം ഹീനാടീക ഭൂതാതരം വാഞ്ചനം കാശം മിന്നി തൊന്നുന്ന പൊന്മാനം മേലെ കണ്ടു കനവിൽ പോലെ തുരുമല മഴ ഓ കാട്ടു ചെമ്പരം തോട്ടെ നാട്ടു തത്തമ്മ കെട്ടോട്ടെ നീ എനിക്കുള്ള കണ്ണി പെണ്ണാനേ ഏ കാട്ടുകെട്ടിയ മുത്താണ് പേടിപ്പിറ്റിയ പെണ്ണാണ് കട്ടെടുത്തൊരു മോഹ നേ ഓ ഓ ഓ ഇവൻ്റെ യൂണിഫോം എവിടെ പോയി? എവിടെ പോന്നാണ്? दोनों हाथ से कर, दोनों हाथ लेफ्ट टू फ्रंट साइड, आगे से जाने के, इधर से जाने के, दोनों साइड से बॉडी के आराम से लग जाए, नहीं पकड़ना, स्पीड से जाएगा. ഇവിടെ ഇപ്പം ഞാൻ ക്ലാസ് എടുക്കലേ ഇല്ല. ഇവിടെ ഞാൻ വെറുതെ വരുന്നത്. കുറച്ച് ദൂരം വരാനുള്ളതിനെ കൊണ്ട് വണ്ടിയിൽ ചുറ്റും കൂടി വിദ്യാർത്ഥികളോട് മാത്രം വരും. പക്ഷെ വീട്ടിലിങ്ങനെ ഉറക്കം വെക്കുന്നുണ്ട് പോരുന്നതാണ്. ഇവിടെ വന്ന ഫുള്ള് ടാസ്ക്കായി. ഈ പെണ്ണിൻ്റെ ഈ കളി കണ്ടോ? ഇത് നോക്ക്, ഒരു കുഞ്ഞൊരു മുള്ളാണ്. മുള്ളോ അങ്ങനെ എന്തൊരു സാധനമാണ് എൻ്റെ ഷൂൻ്റെ അകത്ത്. കാല് പൊട്ടി പോവാൻ നോക്കി ഇത് കളിക്കുന്ന അടി അടി അടി. നോ കല്ലോ കല്ലുവിൻ്റെ ഡ്രസ്സെല്ലാം മാറ്റണം. ഇപ്പം ഇവിടെ ഒരു ബോബോ കിടക്കുന്നുണ്ട്. അതിനെ നോക്കിയിട്ടാണ് കല്ലു ഇത്ര നേരം നിന്നത്.
വിദ്യയുടെ നാടെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇതൊരു ഓപ്പൺ സ്പേസ് ആണ്, എയർഫോഴ്സിൻ്റെ ഉള്ളിൽ. ബാഡ്മിൻ്റൺ കോർട്ടാണ്, ബാഡ്മിൻ്റൺ, ഷട്ടിൽ എല്ലാം ഇവിടെ നിന്ന് തന്നെ ഉണ്ടാവുക. അപ്പം ഈ ഏകദേശം ക്ലാസ് കഴിയാനായി 6 മണിയാകുമ്പോൾ നമ്മൾ പോകും. അപ്പം നമുക്കിന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാം. ഗൈസ് ചൂട് കാലമായതുകൊണ്ട് നാളിപ്പോൾ ജ്യൂസിലല്ലോ. അപ്പം അച്ഛൻ വന്നിട്ട് ജ്യൂസ് വാങ്ങിത്തരാന്ന് കഴിയും അല്ലേ? കല്ലിൻ്റെ മുടി വെട്ടാനായിട്ടില്ലേ? കല്ലിന് മുടി വെട്ടാനായി. കല്ലിന് മുടി കൊണ്ടേ വെട്ടിക്കണം. ഞാനാണ് വെട്ടല്. പക്ഷെ എനിക്കൊന്ന് കൊണ്ടുപോയി വെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ചങ്ങായിസ് അമ്മയ്ക്കൊന്നും അറിയില്ല അല്ലേ കലുഷ? കലുഷ നമ്മൾ ഇവിടെ തന്നെ ഉള്ളൊരു ലസ്സി പോയിന്റ് ഒന്ന് ചെറിയൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കല്ലു എങ്ങനെയാ കുടിക്കുക? കൊടുക്കല് ഓള് കുടിക്കുന്ന ഇല്ല. അതാ പൊട്ടിച്ച് എനിക്ക് കിട്ടൂല. അതാ നല്ല കുത്തി തന്നോ, കുത്തി കുടിക്കുന്നതോ. നേരെ വിട്ട ഷോർട്സിൻ്റെ അങ്ങേക്ക്. ഞാൻ വിശാൽ മണിലാണുള്ളത്. അപ്പം ഒരു ഷോർട്സ് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതന്നെ സാരുവിന്. സാരുവിടെ എൻ്റെ അടുത്ത് വേറെ കുട്ടിയാൻ നോക്കുമ്പോൾ എവിടെ പോയി? അതെവിടെ പോയി? ഹായ് മാടി. ഞാൻ ചാരു എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വേറൊരു കുട്ടി. അപ്പോൾ ഷോർട്സ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ പോകുന്നതാണ്. ഇനി വേറെ സ്ഥലത്ത് പോയി. അപ്പം ഇനി വേറെ എവിടെയെങ്കിലും തപ്പണം.